Hi everyone, welcome to Franklin's Lectures. Decide your college in one click. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം വരുന്നത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. ഇതൊരു എയ്ഡഡ് ഓട്ടോണോമസ് കോളേജാണ്. 1958 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഓക്കെ, NBA, NAC, A ഗ്രേഡ്, ARIA ഒക്കെയുള്ള അക്രഡിറ്റേഷനുള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഇത് എയ്ഡഡ് ഓട്ടോണോമസ് കോളേജാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചതാണ്. ഓക്കെ, എൻ്റെ കോളേജായിരുന്നു TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, നല്ല അടിപൊളി കോളേജാണ്. ഒരു കൊട്ടാരത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കോളേജാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ BTechൻ്റെ ബ്രാഞ്ചുകളും അതിൻ്റെ ഇൻടേക്സും നോക്കാം. ആർക്കിടെക്ചറിന് 80 സീറ്റ് ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 180 സീറ്റ്. അങ്ങനെ ടോട്ടൽ 920 സീറ്റ് കോളേജിലുണ്ട്. ഓക്കെ, അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. അവിടെ കീമിൽ മാനേജ്മെന്റ് NRI കോട്ട വഴി അഡ്മിഷൻസ് എടുക്കാം. എയ്ഡഡ് കോളേജാണ്. അവിടുത്തെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ കട്ട് ഓഫ് വരുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 8705, സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 11074, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 1804, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നിട്ടുള്ളത് 2688, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 3596, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 5195, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 2723, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 8345. അപ്പോൾ ഒരു 10,000-ൻ്റെ ഉള്ളിൽ, 10,000 എന്നല്ല 5,000-ൻ്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിലേ നല്ല ബ്രാഞ്ചുകൾ കിട്ടുള്ളൂ. മെക്കാനിക്കലൊക്കെ 8345 ഇപ്പോൾ പോയതാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കാൻ കയറുന്ന സമയത്തൊക്കെ ഏകദേശം ഇതൊക്കെ ഒരു 1000-ൻ്റെയും 2000-ൻ്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിലേ മെക്കൊക്കെ കിട്ടുള്ളായിരുന്നു. കാരണം അന്ന് മെക്കിനായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച്. പിന്നീടാണ് CS എല്ലാവരും ചൂസ് ചെയ്യുന്ന ബ്രാഞ്ചായി മാറിയത്. ഓക്കെ, ഞങ്ങൾ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങാൻ നേരമാകുമ്പോഴാണ് എല്ലാവരും CS കൂടുതൽ ചൂസ് ചെയ്യുന്ന റാങ്കായി വന്നത്. ഓക്കെ, പണ്ടൊക്കെ CET-യിലൊക്കെ മെക്കാനിക്കൽ കിട്ടണമെങ്കിൽ ഒരു 400-500-നുള്ളിലൊക്കെ റാങ്ക് ഉള്ളവർക്ക് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, TKM-ലാണെങ്കിൽ ഒരു 1000-ൻ്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിലേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കോളേജിൻ്റെ ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 32,000 ആണ്. 32,000 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PTA ഫണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടായിരിക്കും. ട്യൂഷൻ ഫീ ഏകദേശം ഗവൺമെന്റ് ഫീസ് തന്നെ വരുള്ളൂ, 11,000 സംതിങ് വരാം. പിന്നെ PTA അങ്ങനത്തെ ചെറിയ ചെറിയ എമൗണ്ടുകളും പോർഷൻ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ്, ലൈബ്രറി, ഹോസ്റ്റല്, കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോർ, ഓഡിറ്റോറിയം, മെഡിക്കൽ സെല്ല്, ഫുട്ബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, വോളിബോൾ കോർട്ട്, ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ട്, മൾട്ടി ജിംനേഷ്യം, ടേബിൾ ടെന്നീസ് ഹാള്, ക്രിക്കറ്റ് പിച്ച് ഒക്കെ ഉള്ളതാണ്. ഓക്കെ, ഇപ്പോഴത്തെ ലാബ് ഭയങ്കര വലിയ ലാബുകളാണ് ഉള്ളത്. ഹീറ്റ് എഞ്ചിൻ ലാബ്, ജിയോ ടെക്നിക്കൽ ലാബ്, കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് ലാബ്, AI ലാബ്. വളരെ പഴക്കമുള്ള ഒരു കോളേജാണ്. 1958-ലെങ്ങാനും, 58 ഞാൻ പറഞ്ഞത്, 58-ലെങ്ങാനും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്ലേസ്മെന്റ് സമ്മറി. ഹയസ്റ്റ് സാലറി വന്നിട്ടുള്ളത് 29,29.98 LP ആണ്. ഓൾമോസ്റ്റ് 13 LP എന്ന് പറയാം. ഓക്കെ, 2,000 രൂപേൻ്റെ കുറവിലുള്ളൂ. ഓക്കെ, ആവറേജ് സാലറി 5.7 LP ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് 2020-2021 448 പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 22-ൽ 537, 23-ൽ 477, 449, 25-26 നോക്കണ്ട. ഇത് ഡാറ്റ എടുത്ത സമയത്ത് പ്ലേസ്മെന്റ് നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 147 സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ളത്.
ആൻഡ് 24-25 345. അപ്പോൾ വലിയ കമ്പനികൾ കൊടുത്തു. എത്രയോ കമ്പനികൾ അവിടെ വന്ന് പ്ലേസ്മെന്റിന് വരാറുണ്ട്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് 3-4 പ്ലേസ്മെന്റ്. മീൻസ് 2 പ്ലേസ്മെന്റ് വരെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റുക. അത് കഴിഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവസാനമൊക്കെ ആകുമ്പോൾ എല്ലാവരും പ്ലേസ്ഡ് ആവും. ഓൾമോസ്റ്റ് എല്ലാവരും പ്ലേസ്ഡ് ആവും, എലിജിബിൾ ആയ എല്ലാവരും. അപ്പൊ പിന്നീട് വരുന്ന കമ്പനിയിൽ ആർക്കും ഇരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇരിക്കാം. അങ്ങനെ 3 കമ്പനിയിലോ ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. AICTE Idea Lab provide a PCB milling machine and 3D printer for rapid prototyping. 3D printer, PCB milling machines ഒക്കെ ഉണ്ട്. റിസർച്ച് സെന്റർ, അപ്രൂവ്ഡ് QIP സെന്റർ ഫോർ സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓതറൈസ്ഡ് റിസർച്ച് സെന്റർ അണ്ടർ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. മേജർ ലാബ്, അവിടെ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ലാബ് ഉണ്ട്, നാനോ ടെക്നോളജി, സ്പേസ് ടെക്നോളജി, ബയോമെക്കാനിക്സ് ആൻഡ് സ്ട്രക്ചറൽ ഡൈനാമിക്സ് ലാബുകളൊക്കെ ഉണ്ട്. ഫോക്കസ് ഏരിയ, റിസർച്ച് ഫോക്കസ് ഓൺ വാട്ടർ, എനർജി, ഹെൽത്ത്, മെറ്റീരിയൽ സയൻസ് ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈനിലൊക്കെ റിസർച്ച് ഫോക്കസ് ഏരിയ ആണ്. ഫണ്ടഡ് പ്രോജക്റ്റ്, ദ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് റിസീവ് 8.5 lakhs ഫ്രം KSCSTE ഫോർ റിസർച്ച് on removing micro and nano plastic from water. Okay. Faculty achievement, Dr. K.E. Rabi Roy published a patent for a temperature controlled mechanical compression unit for low to medium scale plastic polarizations. നമുക്ക് എന്തുണ്ട്, പാറ്റന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്റ്റുഡൻറ് ഇന്നോവേഷൻ, സ്റ്റുഡൻറ് ഡെവലപ്ഡ് ആൻ ഓട്ടോമാറ്റിക് മീറ്റർ റീഡിംഗ് AMR സിസ്റ്റം ഫോർ സ്മാർട്ട് എനർജി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് മീറ്റർ റീഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻസ് ആൻഡ് അവാർഡ്, ടീം വേഗ സെക്യൂർഡ് ഓൾ ഇന്ത്യ റാങ്ക് 2 ഇൻ ബെസ്റ്റ് ഡിസൈൻ ഇൻ ദ സായി ISS ഇലക്ട്രിക് 2-wheeler ഡിസൈൻ കോമ്പറ്റീഷൻ ആൻഡ് ദ ജാഗോ റേസിംഗ് ടീം വോൺ accolades at the Indian karting race. ഓക്കെ. അതായത് സായി ഇലക്ട്രിക് 2-wheeler ഡിസൈനിൽ ഓൾ ഇന്ത്യ റാങ്ക് 2 നേടിയിരുന്നു ബെസ്റ്റ് ഡിസൈനിൽ. ഓക്കെ. ടെക്നിക്കൽ അച്ചീവ്മെന്റ്സ്, എ ടീം സെക്യൂർഡ് ഫസ്റ്റ് പ്ലേസ് ഇൻ ദ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് കാറ്റഗറി അറ്റ് ദ സായി ഇന്ത്യ സദേൺ സെക്ഷൻ അണ്ടർ സെക്ഷൻ സ്റ്റുഡൻറ് കൺവെൻഷനിൽ എന്തുണ്ട്, ഫസ്റ്റ് റാങ്ക് വാങ്ങിയിരുന്നു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിൽ. ഓക്കെ. അതായത് നല്ല കോളേജാണ്. ഓക്കെ. അവിടുത്തെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, അവിടെ മെയിനായിട്ട് ഹെസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്. പണ്ട് കോഞ്ചൂറായിരുന്നു. ഇന്ന് ധാരാളം ഫെസ്റ്റുകളൊക്കെ നടക്കുന്ന കോളേജാണ്. നല്ല അടിപൊളി ക്യാമ്പസുമാണ്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, നാസ, SSA, IIC, ASME, സായി ഒക്കെ ഉണ്ട്. ഓക്കെ. നേരത്തെ പറഞ്ഞല്ലോ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗത്തെ സ്റ്റുഡൻസ് വണ്ടി ഡിസൈൻ ചെയ്തിട്ട് വണ്ടി ഡിസൈൻ ചെയ്ത് അതുകൊണ്ട് എന്ത് ചെയ്യും, റേസിന് പോയിട്ടാണ്, റേസിനും ഡിസൈനിങ്ങിനാണ് ഓൾ ഇന്ത്യ റാങ്ക് സെക്കൻഡ് അടിച്ചെന്ന് അവർ പറഞ്ഞത്. ഓക്കെ. റിവ്യൂ, എക്സലന്റ് കോളേജ് വിത്ത് ഗ്രേറ്റ് പ്ലേസ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് ഫാക്കൽറ്റി. TKMC ദ കോളേജ് വിത്ത് ലോട്ട്സ് ഓഫ് മെമ്മറബിൾ മൊമെന്റ്സ്. റിവ്യൂ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല കോളേജാണ്. ഓക്കെ. അടുത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ. ഓക്കെ. ഇത് അണ്ടർ ദ CAPന്റെ അണ്ടറിൽ വരുന്ന ഒരു കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 2000 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ്. NBA ആൻഡ് ISO സർട്ടിഫൈഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ് നോക്കാം. ഓക്കെ. അവിടുത്തെ ബ്രാഞ്ചുകളും അവിടുത്തെ ഇൻടേക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 420 സീറ്റാണുള്ളത്. കീം മാനേജ്മെന്റ് NRI കയറാം, നമുക്ക് അഡ്മിഷൻസ് എടുക്കാം.
അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് കീമിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 26,000 സംതിങ് ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 17,200 വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 35,800 സംതിങ് വന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 32,087 വന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 25,992 മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വന്നത് 37,811. ഓക്കെ, അവിടുത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 45,000 പെർ ഇയർ. അത് കോസ്റ്റ് ഷെയറിംഗ് കോളേജാന്ന് പറഞ്ഞല്ലോ. ക്യാമ്പസ് ഏരിയ 25 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, കൺവീനിയൻസ്, ഓക്കെ. ഇനി നമുക്ക് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. ക്യാമ്പസ് ഏരിയ 25 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്യാൻറ്റീൻ, ഇന്റർനെറ്റ് ഫെസിലിറ്റി, ടെക്നോളജി ഇൻക്യുബേഷൻ സെല്ല്, ഹോസ്റ്റൽ, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ലാബ്, പ്രോഗ്രാമിംഗ് ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 4.2 LPA ആണ്. ഇവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് മിഡ്സോഗോ, ഇൻഫോസിസ് ഒക്കെ വന്നിട്ടുണ്ട്. ഡെലോയിറ്റ്, 6D ടെക്നോളജി, EY ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, IEDC ആൻഡ് സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. വർക്ക്ഷോപ്പിലേക്ക് IEDC കണ്ടിട്ട് വർക്ക്ഷോപ്പിലേക്ക് ജേർണി ഫ്രം ഐഡിയ ടു സ്റ്റാർട്ടപ്പ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇന്നോവേറ്റേഴ്സ് പ്രീമിയർ ലീഗ്, ഫോസ്റ്റർ മൈൻഡ് സെറ്റ്. ഓക്കെ, ഇന്നോവേഷൻ കോമ്പറ്റീഷൻ ഇൻ ദ കോളേജ് organize event like CreateX 2026, focusing on transforming idea into prototype in area like electric vehicle, AI and smart mobility. Specialized centers, Kerala Blockchain Academy Innovation Club എന്താണ് മെമ്പറാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് എന്ത് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി ഇന്നോവേഷൻ ക്ലബിൽ മെമ്പറാണ്. ഓക്കെ, ടെക്നിക്കൽ ഇവന്റ് IEEE റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സൊസൈറ്റി ഇസ് ആക്റ്റീവ് ഓൺ ക്യാമ്പസ്. നാഷണൽ ലെവൽ ടെക് ഫെസ്റ്റുകളും ഇൻക്ലൂഡിംഗ് അദ്വൈക ടു ഷോക്കേസ് സ്റ്റുഡൻറ് ഇൻവെൻഷൻസ്. റിസർച്ച് ഏരിയാസ്, focus area including VLSI or embedded system, semiconductor technology, sensor technology, wireless communication, artificial intelligence, machine learning and robotics. Academics, FDPs, faculty development programs are regularly conducted on topics like nanotechnology, optimization techniques and soft computing. Like faculty development programs നടക്കാറുണ്ട്. ഇവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, ഫെസ്റ്റിൻ്റെ ഫോട്ടോസാണ്. നെക്സ്റ്റ് അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, പിന്നെ NCC വിങ്ങും CSI, SAI, NPTEL ഒക്കെ ഉണ്ട്. ഓക്കെ, ദ റിവ്യൂ, കോളേജ് ഗിവ് ഇമ്പോർട്ടൻസ് ടു സ്റ്റഡീസ്, ആർട്സ് ആൻഡ് സ്പോർട്സ്. വെരി ഗുഡ് കോളേജ് വിത്ത് എക്സലൻറ്റ് ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ് ആൻഡ് പ്രോപ്പർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. റിവ്യൂ ഉണ്ട്, റിവ്യൂസ് ഒക്കെ നിങ്ങൾ നോക്കട്ടോ. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി. ഓക്കെ, ഇതൊരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അണ്ടർ IHRDൻ്റെ കീഴിലുള്ള 2000 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NB അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റും, അങ്ങനെ ടോട്ടൽ 270 സീറ്റുകളാണുള്ളത്. അവിടുത്തെ അഡ്മിഷൻസ് മോഡ് കീം വഴിയും മാനേജ്മെൻറ്റ് വഴിയും NRI കോട്ട വഴിയും കയറാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 34,031 ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 26,059. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് വന്നത് 32,499. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 51,402. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 65,000 വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്,
ക്യാമ്പസ് ഏരിയ ഏകദേശം 28 ഏക്കർ ക്യാമ്പസ് ആണ്. കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ലാംഗ്വേജ് ലാബ്, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, കോളേജ് ബസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ലബോറട്ടറീസിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പ്രൊജക്ട് ലാബ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ്, EC ലാബിൻ്റെയും ഇലക്ട്രിക്കൽ ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത് നോർമൽ IT കമ്പനീസ് ആയിട്ടുള്ള കോഗ്നിസൻ, TCS, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, 6D ടെക്നോളജി, UST ഗ്ലോബലൊക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. റിസർച്ച് ഫോക്കസ് EC ഡിപ്പാർട്ട്മെന്റ് ഈസ് എ റെക്കഗ്നൈസ്ഡ് റിസർച്ച് സെന്റർ അണ്ടർ KTO സ്പെഷ്യലൈസിംഗ് ഇൻ മെഡിക്കൽ ഇമേജ് പ്രോസസ്സിംഗ്, ക്യാൻസർ ഡിറ്റക്ഷൻ, മെഷീൻ ലേണിംഗ്, മൈക്രോവേവ് ആൻറ്റിന ഡിസൈൻ ആൻഡ് സിഗ്നൽ പ്രോസസ്സിങ്ങിലൊക്കെയാണ് റിസർച്ച് നടക്കുന്നത്. പ്രൊജക്റ്റ് ആൻഡ് ഫണ്ടിങ് സപ്പോർട്ടഡ് ബൈ എ 10 crore TechCube 2 grant with project funded by KSCTE and CRD. Initiative include a automated cryotyping project 16 ലക്ഷം in collaboration with RCC Trivandrum. ഓക്കെ, അങ്ങനെ എന്തുണ്ട്, 16 ലക്ഷം രൂപക്ക് പ്രൊജക്റ്റിന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. IEDC ഉണ്ട്. ഇനീഷ്യേറ്റീവ് ത്രൂ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ് ലൈക്ക് ടെക് കഫേ, technical workshop and conduct sessions on IPR and learn startup methods. Okay, events host RM, a flagship tech fest and IEDC event along with industry visit through industry institution interactions LOI industry visit ഒക്കെ നടത്താറുണ്ട്. Okay, IEEE activities, IEEE student branch and PSSBC are active. Winning the 2021 IEEE Mega Global Regional Exemplary Students Branch Award ഒക്കെ നേടിയിട്ടുണ്ട്. ടെക്നിക്കൽ ഗ്രൂപ്പ്സ് manage student driven project exhibitions and technical festival facilities. AICT supported lab modernization and subscription to IEL online, അതായത് IEEE. ഓക്കെ, റിസർച്ച് ഔട്ട്പുട്ട് ഫാക്കൽറ്റീസ് ആൻഡ്, അതായത് അവിടെ എന്തുണ്ട്, ലാബ് മോഡേണൈസേഷനും കുറെ IEEE ജേർണൽസ് ഒക്കെ കിട്ടുന്ന ഇതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റിസർച്ച് ഔട്ട്പുട്ട് ഫാക്കൽറ്റി ആൻഡ് റിസർച്ച് പബ്ലിഷ് ഓൺ ജേർണൽ ലൈക്ക് മൈക്രോവേവ് ആൻഡ് ഒപ്റ്റിക്കൽ ടെക്നോളജി ലെറ്റേഴ്സ് ആൻഡ് സ്പ്രിംഗർ റിഗാർഡിംഗ് ആൻറ്റിന ഡിസൈൻ ആൻഡ് AICN. ഓക്കെ, ഇത്തരത്തിലുള്ള റിസർച്ചൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവിടുത്തെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഓട്ടോ ഷോ ഒക്കെ നടന്നിട്ടുണ്ട്. ഫോം പാർട്ടി, ഹോളി സ്പെഷ്യൽ ഫോം പാർട്ടി. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, തിങ് ഹബ് ഉണ്ട്, പിന്നെ GTech, മ്യൂലേൺ ഒക്കെ ഉണ്ട്. ഓക്കെ, റിവ്യൂ ഇംപ്രസീവ് ക്യാമ്പസ്, ആവറേജ് അക്കാദമിക്സ്, ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലിമിറ്റഡ് പ്ലേസ്മെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഐ റേറ്റ് മൈ കോളേജ് 6.8 ഔട്ട് ഓഫ് 10 എന്ന് റേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കാം. അടുത്ത കോളേജ് TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഏഴുകോട്. ഓക്കെ, ഇത് TKM കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. മറ്റേതൊരു എയ്ഡഡ് കോളേജാണ്, എയ്ഡഡ് ഓട്ടോണോമസ് കോളേജാണ്. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. മാനേജ്മെൻറ്റ് സെയിം ആണ്. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NB അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നമുക്ക് നോക്കാം. ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് അവിടെ 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 180 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 60 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ്. ഫുഡ് ടെക്നോളജിക്ക് 60 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ടോട്ടൽ 480 സീറ്റ് ഉണ്ട്. നമുക്ക് അവിടുത്തെ അഡ്മിഷൻ മോഡ് നോക്കാം. കീം മാനേജ്മെൻറ്റ് NRI കോട്ടകളാണ് ഉള്ളത്. കട്ട് ഓഫ് കീം 2025 കട്ട് ഓഫ് നോക്കാം. ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് 27,851 കട്ട് ഓഫ് വന്നത്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 37,973 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 30,000 സംതിങ് ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 31,600 സംതിങ് ആണ് വന്നത്.
കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പുതിയ ബ്രാഞ്ചാന്ന് തോന്നുന്നു. എന്തില്ല, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ല. ഫുഡ് ടെക്നോളജിക്ക് വന്നത് 42,726 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 51,688 വന്നത്. ഓക്കെ, ഇനി ഫീസ് നോക്കാം. അവിടുത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 75,000 ആണ്. അവിടുത്തെ നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. 25 ഏക്കർ ക്യാമ്പസ് ആണ്. അക്കോമഡേഷന്, ലൈബ്രറി ആൻഡ് നോളജ് സെന്റർ, വെർച്വൽ ലാബ്, നോളജ് സെന്റർ, ഐഡിയ ലാബ്, ലാംഗ്വേജ് ലാബ്, കൗൺസിലിംഗ് സെല്ല്, ക്യാമ്പസ് ഡോക്ടർ, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ജിംനേഷ്യം, ട്രാൻസ്പോർട്ടേഷൻ, അമ്യൂണിറ്റി സെന്റർ, ക്യാൻറ്റീൻ, ഇതുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ലബോറട്ടറീസിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. കാഡ് ലാബ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, ഫുഡ് അനാലിസിസ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ലാബ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ് ലാബ്, മൈക്രോ കൺട്രോളർ ആൻഡ് ഇൻ്റർഫേസിംഗ് ലാബ്. ഓക്കെ, അവിടുത്തെ പ്ലേസ്മെൻറ്റ് സമ്മറി ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 3.5 to 4.5 LP എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റിൻ്റെ ഹയർ സ്റ്റഡീസിന് സ്റ്റാറ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് 2017 മുതൽ 2021 പാസ് ഔട്ടുള്ളവർ 69 പേര് പാസ് ഔട്ട് ഓൺ ക്യാമ്പസും ഓഫ് ക്യാമ്പസ് പുറത്തുനിന്ന് ക്യാമ്പസിൻ്റെ പുറത്തുനിന്ന് 19 പേർക്കും 20 ആൾക്കാർ ഹയർ സ്റ്റഡീസിനും പോയിട്ടുണ്ടെന്ന്. അടുത്തത് 2024 കണക്ക് നോക്കാം. 107 പേർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 2 പേര് ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട്. 2023 97, 5 പേര് പുറത്ത് ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട്. മീൻസ് ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട്, പുറത്ത് പോയെന്നല്ല, ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത് TCS, കോഗ്നിസെന്റ്, അശോക് ലൈലാൻഡ്, ഓക്കെ, 60 ടെക്നോളജീസും പൂർണ്ണം ഇൻഫോർമേഷൻസ് ഒക്കെയാണ്. എന്ത് വരുന്നത്, സുന്ദരം ഫാസ്റ്റ്നേഴ്സ് ലിമിറ്റഡ്, TVS. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് വന്നിട്ടുള്ളത്, ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് കണ്ടിട്ട് സെമിനാർ, വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുന്നു. എനാബിളിംഗ് സ്റ്റുഡൻസ് ടു ഐഡിയ ഇൻ ടു പ്രൊഡക്റ്റ്. ഓക്കെ, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഇൻട്രാക്ഷൻ സെൽ ഉണ്ട്. വിത്ത് എൻഗേജ്മെന്റ് വിത്ത് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ഫോർ ഇന്റേൺഷിപ്പ് ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് സച്ച് ആസ് സമ്മർ ഇന്റേൺഷിപ്പ് ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, workshops and seminars, regularly organize workshops on AI and ML, Arduino and biomedical instrumentation alongside FDP's technology in engineering pedagogy. Okay, professional association features active students chapters for IEEE ഉണ്ട്. 2024 ഇൻഡക്ഷൻസ് ഡ്രൈവ് ACM സിൻസ് 2022 മുതൽ ACM ഉണ്ട്. Specialized branch departments are equipped with modern infrastructure, well-equipped laboratories designed to support student project and future consultancy work. Research focus program in biomedical engineering and computer science focus on preparing students for advanced technical roles. Technical Fest, the AC Association of Cyber Expert in the Computer Science Department hosts a technical fest ആൻഡ് പബ്ലിഷ് ടെക്നിക്കൽ മാഗസിൻസ്. ഓക്കെ, അവിടുത്തെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിന്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി ഉണ്ട്, NSS ഉണ്ട്, പിന്നെ IEIയും CSIയും ACയും സ്പോർട്സ് ക്ലബ്ബൊക്കെ ഉണ്ട്. ഇനി റിവ്യൂ ഗുഡ് കോളേജ് ഫോർ എഞ്ചിനീയറിംഗ്, ഡീസെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള എന്നൊക്കെയുള്ള റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കോളേജ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം. ഓക്കെ, ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഓക്കെ, NAAC അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, ഇതാണ് കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. അവിടെ സീറ്റ് എത്രയും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്.
ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 330 സീറ്റ് ഉണ്ട്. കീം മാനേജ്മെന്റ് NRI കോട്ട വഴിയൊക്കെ കയറാം. അവിടുത്തെ മെറിറ്റ് നോക്കാം, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റ് പ്രകാരം സിവിൽ എഞ്ചിനീയറിംഗിന് വന്നത് 58,000 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 35,100 സംതിങ്ങും, അതിന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വന്നത് 39,439, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് വന്നത് 55,117, അതിന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 55,132, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 53,711, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 59,593. ഓക്കെ, ഇനി അവിടുത്തെ ഫീസ് ഏകദേശം അപ്രോക്സിമേറ്റ് ഫീസ് 35,000 പെർ ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 35,000 പെർ ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 13 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, IT സ്ട്രക്ചർ, സ്പോർട്ട് ഫെസിലിറ്റി, യോഗ ക്ലബ്ബ്, ഹോസ്റ്റൽ, ബോയ്സിനും ഗേൾസിനും ഹോസ്റ്റലുണ്ട്, കഫ്റ്റീരിയ, ക്യാൻറ്റീന്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ലാബ്, EC ലാബിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പവർ സിസ്റ്റം ലാബ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ്, വളരെ നീറ്റായിട്ടുള്ള ലാബുകൾ. പ്ലേസ്മെൻറ്റ് സമ്മറി, ആവറേജ് സാലറി 3 to 5 LP ആണ്. ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് MRFും, ക്യൂ സ്പൈഡേഴ്സും, ഐഡർ ഇലക്ട്രിക്കും, ഫോബ്സ് മാർഷലും, അശോക് ലൈലാൻഡ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് IEDC ബൂട്ട് ക്യാമ്പ് ഉണ്ട്. 2015 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് എന്തുണ്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് സെല്ല് പ്രൊമോട്ട്, നോർമലി ഓണ്ടർപ്രണർഷിപ്പിനും ടെക്നിക്കൽ സ്കില്ല്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, സ്റ്റാർട്ടപ്പ് വിത്ത് ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ്, മെൻറ്ററിങ്, പാറ്റേൺ സപ്പോർട്ടിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ എന്തുണ്ട് IEDC ബൂട്ട് ക്യാമ്പ് ഉണ്ട്. പിന്നെ IIC ഉണ്ട്, സെയിം പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. വർക്ക്ഷോപ്പും ആക്കത്തോണം സെമിനാറൊക്കെ നടത്തുന്നു. ഓക്കെ, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ, the institution department, engineering management are engaged in research. Faculty and students have published papers in journal like Springer, SAG, SAG and presented a national or international conference. Okay, specialized club and association, Bishop Jerome Institute hosted domain specific club that foster innovation, including the coding and hackathon club, automotive club, AI related workshop, including 2026 pre-summit event under the India AI Impact Summit. Industry collaboration, the IEDC and IIC maintain partnership with industry expert for workshop and mentoring, such as session conducted by professional from Tata Consultancy Service and Carbon Room Universal Limited. ഇത് പല കമ്പനികളുമായിട്ട് എന്തുണ്ട് TCSുമായിട്ടും എന്തുണ്ട് ഇവരൊരു പ്രൊഫഷണൽ സെഷൻസ് നടത്താറുണ്ട് എക്സ്പേർട്ടുകളെ വെച്ചിട്ട്. അടുത്ത അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ദക്ഷത ആൻഡ് ഓർഗനൈസ്, ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ അവിടെ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. സ്റ്റുഡൻറ് ലൈഫ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, IST, ആർട്സ് ക്ലബ്ബ്, ഹോസ്റ്റൽ, ഇത്തരം ക്ലബ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളവിടെ കോളേജുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബുകളിൽ എന്തായിരിക്കണം കയറണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിറ്റിയും നെറ്റ്വർക്കിംഗ് ഒക്കെ നടക്കുള്ളൂ. ഓക്കെ, ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അമേസിങ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, റിവ്യൂ ഓഫ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്ലബിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലബിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ മ്യൂസിക് ക്ലബിൽ ചേരാം, ടെക്നിക്കൽ ആയിട്ടുള്ളവർക്ക് അതിൻ്റെ ക്ലബിൽ ചേരാം, പിന്നെ വല്ല സ്റ്റാർട്ടപ്പും അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളുള്ളവർ എവിടെ പോവാം, IEDC പോവാം. അത്തരത്തിലുള്ള അവിടെ നടക്കുന്ന വർക്ക്ഷോപ്പിലും ഹാക്കത്തോണിലും ഇതിലൊക്കെ പങ്കെടുക്കാം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അല്ലാതെ
ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനം കൊണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവണം, പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലേണിംഗ് ഫേസിലൂടെ പോകും. അങ്ങനെ നമ്മൾ ഓരോരോ സ്കില്ലുകൾ അൺലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, മീൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം. ഓക്കെ, കൊല്ലത്ത് ഇപ്പം 3ാമത്തെ കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ് ഇപ്പം പറയുന്നത്. CAPന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ചുകൾ സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 180 സീറ്റാണുള്ളത്. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI കോട്ട വഴി കയറാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിന് വന്നത് 59,652, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 36,654, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 63,779 ആയിരുന്നു. ഒരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 45,000 ആണ് വന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ്, സെൻട്രൽ ലൈബ്രറി, കമ്പ്യൂട്ടർ സെന്റർ, കൺസൾട്ടൻസി, ക്യാൻറ്റീൻ, ഹോസ്റ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, കോളേജ് സ്റ്റോറൊക്കെ ഉണ്ട്. ലാബിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്ലേസ്മെന്റ് സമ്മറി. ഹയസ്റ്റ് സാലറിയും ആവറേജ് സാലറിയും കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് ഇൻഫോസിസ്, വിപ്രോ, TCS ഒക്കെ പോലുള്ള എന്തുണ്ട് കമ്പനീസുകൾ വന്നിട്ടുണ്ട്. പെൻറ്റഗൺ സ്പേസ് വന്നിട്ടുണ്ട്. മെൻറ്ററിങ് ദ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ എന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റി IEDC സെല്ലുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവർ കണ്ടക്ട് എ വർക്ക്ഷോപ്പ് ഓൺ എമർജിംഗ് ടെക്നോളജി, സെൻസർ ഗൈഡഡ് റോബോട്ടിക്സ്. ഓക്കെ, ടു ക്രിയേറ്റ് ജോബ് ക്രിയേറ്റേഴ്സ്. EKA ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് നടന്നിട്ടുണ്ട്. ആൻഡ് ആനുവൽ ഇവന്റ് ഷോക്കേസിംഗ് സ്റ്റുഡൻസ് മോഡൽ റോബോട്ടിക്സ്, AR/VR സോൺ ആൻഡ് ടെക്നിക്കൽ വർക്ക്ഷോപ്പ്, ലോക്കൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻസ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം ലൈക്ക് ഉന്നത് ഭാരത് അഭിയാൻ ആൻഡ് ലോക്കൽ ഇന്നോവേഷൻ ക്ലസ്റ്റർ ഇനിഷ്യേറ്റീവ് ടു സോൾവ് കമ്മ്യൂണിറ്റി പ്രോബ്ലം. ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊളാബറേഷൻ വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ, IEEE IST കണ്ടക്ട് ടെക്നിക്കൽ സെമിനാർസ് ആൻഡ് കോൺഫറൻസ്. റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പ്രൊജക്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ EK 2023 ഫീച്ചേർഡ് ഓവർ 30 കോമ്പറ്റീഷൻ ആൻഡ് 10+ വർക്ക്ഷോപ്പ് ഫോർ സ്റ്റുഡൻസ്. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ്. ഓക്കെ, സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, ഇന്നോവേഷൻ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, ഇതുണ്ട് IEDC തന്നെയാണ്. ആൻഡ് NSS ഉണ്ട്, PMKVI, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഓക്കെ, ആൻഡ് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, NPTEL ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് അവിടുത്തെ റിവ്യൂ, ഐ ലവ് ദിസ് കോളേജ് ലൈഫ് എന്ന റിവ്യൂ ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കാം. സാറ്റിസ്ഫൈഡ് വിത്ത് ഫാക്കൽറ്റി മെമ്പേഴ്സ് ബട്ട് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ക്യാൻറ്റീൻ റിവ്യൂ ഉണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര, അടുത്ത ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് അണ്ടർ IHRD. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ കോളേജ് ഉണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ. കുറേ കോളേജ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ കോളേജിന് ഉള്ള പോലെയാണ്. ഇപ്പോൾ കൊട്ടാരക്കര പറഞ്ഞു, പത്തനാപുരം പറഞ്ഞു, കരുനാഗപ്പള്ളി പറഞ്ഞു, പിന്നെയാണ് പെരുമണ്ണ് പറഞ്ഞു. ഇപ്പോൾ 4 പറഞ്ഞു ഓൾറെഡി. പിന്നെ TKM പറഞ്ഞു, മീൻസ് അതൊരു എയ്ഡഡ് കോളേജ്. ഓക്കെ, ഇത്രയും കോളേജ് ഉണ്ട്. ഓക്കെ, 2004 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര. ഓക്കെ, അവിടുത്തെ BTech ബ്രാഞ്ചസുകളും BTechന്റെ ബ്രാഞ്ചും ഇൻടേക്കും നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റും. അങ്ങനെ ടോട്ടൽ 180 സീറ്റാണുള്ളത്. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI കോട്ട വഴി കയറാം. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ്
കീമിൻ്റെ കട്ട് ഓഫ് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് പോയത് 41,357 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പോയത് 41,720 ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 65,000 പെർ ഇയർ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 25 ഏക്കർ ക്യാമ്പസ്, ലൈബ്രറി, കമ്പ്യൂട്ടർ സെൻറ്റർ, സെമിനാർ ഹാൾ, ഇൻഡോർ സ്പോർട്സ്, ഔട്ട്ഡോർ സ്പോർട്സ്, ജിം, ഹോസ്റ്റൽ, കഫ്തീരിയ ആൻഡ് റീഡിംഗ് റൂം. ഓക്കെ, ലാബിൻ്റെ ഫോട്ടോസ് ആകെ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ, കമ്പ്യൂട്ടർ ലാബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത പ്ലേസ്മെൻറ്റ് സമ്മറി സാലറി ഒന്നും കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് സോഹോയും ടെക്നോലോജിക്സ്, ക്യൂ സ്പൈഡേഴ്സ്, ടാൽറോപ്പ് ഒക്കെ ആയിരുന്നു. അടുത്തത് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, കീ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സെൽസ്, ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്ക് ആൻഡ് R&D സെൻറ്റർ, ജോയിൻറ്റ് വെഞ്ചർ വിത്ത് സോഹോ കോർപ്പറേഷൻ ടു പ്രൊവൈഡ് റിയൽ ടൈം R&D എക്സ്പോഷർ ടു സ്റ്റുഡൻസ്. സോഹോയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവിടെ എന്തുണ്ട്? ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആൻഡ് R&D സെൻറ്റർ ഉണ്ട്. IEDC ആക്ടിവിറ്റീസ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര encourage the student participation in state level initiative like Kerala Startup Mission, Hackathon and Submit, promoting entrepreneurship. Okay, technical focus on engineering, computer science and AML align with the regional innovation needs. Okay, industry linkage, the part of the national knowledge network and IHRD, enhancing student access to technical resource and a research oriented project. അടുത്തത് അവിടെ ഫെസ്റ്റുകൾ ഉണ്ടോ? ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. പുളകം, മൂവി ടൈം, അങ്ങനെ ഫെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, റിയാക്ട്. ഓക്കെ, അടുത്ത കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ. എ ഗുഡ് കോളേജ് വിത്ത് CS എഞ്ചിനീയർ, CS മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. എ കോളേജ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ഡിസൈഡ് ദ വൈബ് എന്നുള്ള രീതിയിലുള്ള റിവ്യൂസ് ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്തതാണ് MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ചാത്തന്നൂർ. ഓക്കെ, MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ചാത്തന്നൂർ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടുത്തെ BTechൻ്റെ ബ്രാഞ്ചസുകളും സീറ്റുകളും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 54 സീറ്റാണ് ഉള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 90 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 30 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 54 സീറ്റ്. ടോട്ടൽ 288 സീറ്റാണുള്ളത്. അഡ്മിഷൻ മോഡ് കീം മാനേജ്മെന്റ് NRI കോട്ട വഴി നമുക്ക് കയറാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിന് 66,988, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 57,758, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 49,930, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 66,270, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 54,953, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 63,295 ആയിരുന്നു. ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 50,000 ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, സെൻട്രൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റർ, ഡിജിറ്റൽ ലൈബ്രറി, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, ഹോസ്റ്റൽ, കോളേജ് ബസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ക്യാൻറ്റീനൊക്കെയാണ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ. ലാബുകൾ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ലാബ് ഉണ്ട്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ട്. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി. ഹയസ്റ്റ് LPA വരുന്നത് 7 ആണ്. ഹയസ്റ്റ് സാലറി വന്നത് 7 LPA ആണ്. ആവറേജ് സാലറി വന്നത് 2.65 to 3.5 LPAൻ്റെ ഇടയിലൊക്കെയാണ് ആവറേജ് സാലറി വരുന്നത്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഫ്രാങ്ക്ലിൻ ലെച്ചേഴ്സിന് അവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സോഫ്റ്റ്രോണിക്സ്, കുറേ കമ്പനികളുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, IEDC ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്, IEDC ഉണ്ട്. ക്യാമ്പസ് ഹോസ് IEDC ഡെഡിക്കേറ്റഡ് ട്രാൻസ്ഫോമിങ് സ്റ്റുഡൻറ്റ് ടു ഓണ്ടർപ്രണേഴ്സ്, സപ്പോർട്ടിംഗ് ദം ടു റിസോഴ്സ് ദർ ബിസിനസ് വെഞ്ചേഴ്സ്.
startup companies. The institution support on-campus startup including Why Not, which developed a patent Neotree പോർട്ടൽ ട്രാഫിക് ലൈറ്റിംഗ് സിസ്റ്റം. അത് അവിടെ നിന്നുണ്ടായ സ്റ്റാർട്ടപ്പാണ് വൈനോട്ട്. ഓക്കെ. വിന്നിങ് 50K ക്യാഷ് പ്രൈസ് ഇൻ എ മെയ്ക്ക് എ തോൺ കോൺടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ICT അക്കാദമി കേരളയിൽ നിന്ന് 50,000 രൂപ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. റെഡു സൊസൈറ്റി അനദർ ഓൺ ക്യാമ്പസ് സ്റ്റാർട്ടപ്പ്. റെഡു സൊസൈറ്റി ഫോക്കസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ റവല്യൂഷൻ, ഹാർഡ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ ഫോർ new ideas. SDPK platform, a college is a part of skill development platform of Kerala project SDPK, chosen by KSITL and IT Mission Kerala to provide job oriented training to students and faculty, enhancing practical innovation skills. Focused academic department, the computer science and engineering department including artificial intelligence emphasizes practical learning, modern software engineering, AI or data science, supporting the technological focus. ഓക്കെ. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റുകളുടെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സെൽക്കാർ. ഓക്കെ. പ്രോ ഷോസ് നടത്തിയിട്ടുണ്ട്. ആദർശ്. ഓക്കെ. അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ് IEEE ഉണ്ട്, GTech മ്യൂലിയൻ, IEDC ആൻഡ് NSS. ഓക്കെ. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. MES വെൽക്കം ഓൾ ടു കോളേജ് കരിയർ. റിവ്യൂ ഓഫ് MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ചാത്തന്നൂർ എന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത കോളേജ് നോക്കാം. ബെസീലിയസ് മാത്യൂസ് 2 സെക്കൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ശാസ്താംകോട്ട. ഓക്കെ. ബെസീലിയസ് മാത്യൂസ് 2 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ശാസ്താംകോട്ട. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA ആൻഡ് NAAC B+ ഉള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ശാസ്താംകോട്ട കായലിൻ്റെ അടുത്താന്ന് തോന്നുന്നു. കായലിനോട് ചേർന്നിട്ടുള്ള കോളേജ്. ഓക്കെ. അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. ബ്രാഞ്ചുകളും സീറ്റ്സും നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അവിടെ 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്, ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 300 സീറ്റുകളാണുള്ളത്. അഡ്മിഷൻസ് കീം മാനേജ്മെന്റ് NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. കീമിന്റെ കട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വന്നിട്ടുള്ളത് 66,256, സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 65,471, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 63,677, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പുതിയ ബ്രാഞ്ചാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ നിന്നില്ല അഡ്മിഷൻസ്, മീൻസ് കീമുമായി അഡ്മിഷൻസ് വന്നിട്ടുണ്ടാവില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 50,985, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 61,266 കട്ട് ഓഫ് വന്നത്. ഒരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 70,000. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 27 ഏക്കർ ക്യാമ്പസ്, ലൈബ്രറി, ലബോറട്ടറീസ്, IT ഇൻഫ്രാസ്ട്രക്ചർ, സ്പോർട്സ് ഫെസിലിറ്റി, ജിംനേഷ്യം, ഹോസ്റ്റൽ, കഫ്തീരിയ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മെഡിക്കൽ സെൻറ്റർ. ഓക്കെ. ലബോറട്ടറീസ്, ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി നോക്കാം. ഹയസ്റ്റ് സാലറി 42 LPA വരെ പോയിട്ടുണ്ട്. ആവറേജ് സാലറി 12 LPA ആണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ വേറെ ഏത് കോളേജിലും കാണാത്തത്ര വലിയ ഫിഗറാണ് ഇവിടെ കണ്ടത്. ഓക്കെ. ഇത് അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഫിഗറാണ് കേട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അവിടെ വന്നിട്ടുള്ള കമ്പനി സ്നൈഡർ ഇലക്ട്രിക് വന്നിട്ടുണ്ട്, ലുലു, ഇൻഫോസിസ്, സ്പൈഡേഴ്സ്, റിലയൻസ് ഇൻഡസ്ട്രി ഒക്കെ വന്നിട്ടുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. വെബ്സൈറ്റിൽ നിന്നുള്ള അവരെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡാറ്റയാണ്. ഓക്കെ. ആൻഡ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, patent and research. Faculty members have published patent in various engineering domain, innovation and entrepreneurship. Campus industry park to encourage innovation. IEEE activities ഉണ്ട്.
The IEEE student branch organized technical sessions, coding competitions, workshop on artificial intelligence, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസിലൊക്കെ എന്തുണ്ട് വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. കോൺഫറൻസ് ആൻഡ് സെമിനാർ സ്പോൺസേർഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സർക്യൂട്ട് പവർ ആൻഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ് ആൻഡ് IST സ്പോൺസേർഡ് നാഷണൽ സെമിനാർ ഒക്കെ നടന്നിട്ടുണ്ട്. പ്രൊജക്ട് ദ കരിക്കുലം സപ്പോർട്ട് റിസർച്ച് ത്രൂ BTech ആൻഡ് MTech പ്രൊജക്ട് ഫോക്കസിങ് ഓൺ ഏരിയ ലൈക്ക് AI, VLSI ആൻഡ് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജീസ്. ഓക്കെ, അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. കണ്ടോ, ഫെസ്റ്റുകളുടെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടെയുള്ള ക്ലബ്സ് ഏതാ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, പിന്നെ ഇത് IEDC തന്നെ, IEI ഒക്കെ ഉണ്ട്. ഓക്കെ, റിവ്യൂ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സപ്പോർട്ടീവ് ഫാക്കൽറ്റി, ഡീസൻറ്റ് പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ പറയുന്നത് പാക്കേജ് ഓഫ് 6 LP എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കോളേജാണ് UKF കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മീനമ്പലം. UKF കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മീനമ്പലം. ഇത് സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ഇവിടുത്തെ ബിടെക്കിന്റെ ബ്രാഞ്ചസ് ആൻഡ് ഇൻടേക്സ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ്, അതിന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 450 സീറ്റുകളാണുള്ളത്. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീമ്, മാനേജ്മെന്റ്, NRI കോട്ടകളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 66,000 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 53,843 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 66,300 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60,300 സംതിങ്ങും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 66,700 സംതിങ്ങും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 64,500 സംതിങ്ങും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 67,400 സംതിങ്ങും ഒക്കെയാണ് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 75,000 പെർ ഇയർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല, അല്ലാതെ കോളേജ് ഹോസ്റ്റലുണ്ട്, സെൻട്രൽ ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, കൗൺസിലിംഗ് സെന്റർ, കോളേജ് ക്യാൻറ്റീൻ, കോളേജ് സ്റ്റോർ, പ്രോഗ്രാഫിക് സെന്റർ, ജിമ്മ്, മെഡിക്കൽ അസിസ്റ്റൻസ്, ഫുട്ബോൾ ഗ്രൗണ്ട്, വോളിബോൾ കോർട്ട് 2 ഉണ്ട്, കബഡി കോർട്ട്, ഹാൻഡ്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, കോക്കോ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്, പിച്ചിങ് ഏരിയ, സ്പോർട്സിൻ്റെ കുറേ കോർട്ടുകളൊക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസാണ് ഇത്. സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. ലാബിൻ്റെ ഫോട്ടോസാണ് കാണുന്നത്. ഇലക്ട്രിക് ലാബാണ്. ഓക്കെ, ഇത് മെക്കാനിക്കൽ ലാബാണ്. പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടെ വന്നിട്ടുള്ള കമ്പനീസിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇൻഫോസിസും ടെക് മഹീന്ദ്ര ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോർമലി പറയുന്നത് എന്തെങ്കിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. IEDCന്റെ സെല്ലുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് IUDC ഇന്നോവേഷൻ സെയിം ആണല്ലോ. ഓക്കെ, യങ് ഇന്നോവേറ്റർ പ്രോഗ്രാം YIP 3 UKF CET team were recently selected as a district level winner in YIP യങ് ഇന്നോവേറ്റർ പ്രോഗ്രാം 8.0 3 ആൾക്കാരെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈച്ച് റിസീവിംഗ് എ ഗ്രാൻഡ് ഓഫ് 25,000. The college ranked 9th Kerala for YIP. ഓക്കെ, രജിസ്ട്രേഷൻ among all educational institute. ഓക്കെ, 9th റാങ്ക് ഉണ്ടായിരുന്നു രജിസ്ട്രേഷനിൽ. ഇൻക്യുബേഷൻ സക്സസ്, സ്റ്റുഡൻറ് സെക്യൂർഡ് ഫണ്ടിങ് ഓഫ് 2 lakhs to transform the hydro water exchange machine project into a registered startup. Other notable startups including Kaide Software Service.
ഓക്കെ, സ്റ്റാർട്ടപ്സുകളൊക്കെ അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡായി വരുന്നുണ്ട്. ഇൻക്യുബേഷൻ സക്സസ് ഉണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൽ റെഗുലർലി ഓർഗനൈസ് ഐഡിയ കോൺടെസ്റ്റ് നടത്താറുണ്ട്. ഓക്കെ, ഇന്നോവേറ്റീവ് സ്റ്റുഡൻസ് കൺസെപ്റ്റിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസർച്ച് പബ്ലിക്കേഷൻസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ്റ് ആക്റ്റീവ്ലി പബ്ലിഷ് ഇൻ SCI ആൻഡ് സ്കോപ്പസ് ഇൻഡെക്സ് ജേണൽ. റീസെൻറ്റ് ടോപ്പിക്സ് ഇൻക്ലൂഡ് സസ്റ്റൈനബിൾ എനർജി, മൈക്രോവേവ് അസിസ്റ്റഡ് ബയോഡീസൽ പ്രൊഡക്ഷൻ യൂസിങ് നോവൽ കാറ്റലിസ്റ്റ്, മൈക്രോവേവ് അസിസ്റ്റഡ് ബയോഡീസൽ പ്രൊഡക്ഷൻ യൂസിങ് നോവൽ കാറ്റലിസ്റ്റ്. AI ആൻഡ് കമ്പ്യൂട്ടിങ്ങിൽ പേഴ്സണലൈസ്ഡ് ബുക്ക് റെക്കമെൻഡേഷൻ സിസ്റ്റം ആൻഡ് ലോഡ് ബാലൻസിങ് ഇൻ മൊബൈൽ ആൻഡ് ക്ലൗഡ് നെറ്റ്വർക്ക്. ബയോടെക്നോളജി, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂസിങ് ഡക്വീഡ് ആൻഡ് മൈക്രോഫ്ലൂയിഡിക്സ് ഇൻ എ വെയറബിൾ ഡിവൈസസ്. ഇൻ്റർനാഷണൽ കോൺക്ലേവ് നടന്നിട്ടുണ്ട് 2025 ലൈക്ക് ഫോക്കസിങ് ഗ്ലോബൽ ടൈസ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ത്രൂ ലൈഫ് ലോങ് ലേണിംഗ്. അടുത്ത ടെക്നിക്കൽ ഫെസ്റ്റിവൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്റ്റ് ഫെസ്റ്റ് ലൈക്ക് ഇംഗോർ, CSE, എലിസ്പെയർ, ട്രിപ്ലി to promote technical skill through competitions such as web designing, debugging and robotics. Okay. Hands-on training, recent workshop include mechatronics and automation with IoT and bio-quantum AI. AIയിലേക്ക് എന്തുണ്ട്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്ത ലൈവ് പയ്യൻ പെർഫോമിംഗ് ലൈവ് നൃത്യ. ഓക്കെ, കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിവലുകളുടെ പേരൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, IEI, CSI, IMC, SAI, UNAI, UNAI, ICC, മ്യൂസിക് ക്ലബ്ബ്, ഇങ്ങനെ ധാരാളം ക്ലബ്ബുകൾ അവിടെ ഉണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂ. I am happy to be in this college and I love it for its dedication towards the students. Good infrastructure and facilities എന്നൊക്കെ എന്തുണ്ട്, റിവ്യൂ ഉണ്ട്. റിവ്യൂസൊക്കെ നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം, യൂനുസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്, പള്ളിമുക്ക്. ഓക്കെ, യൂനുസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടക്കാവിള, പള്ളിമുക്ക്. ഓക്കെ, നാക് അക്രഡിറ്റഡ് കോളേജാണ്, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, ബിടെക്കിൻ്റെ അവിടുത്തെ ബ്രാഞ്ചുകളും അതിൻ്റെ സീറ്റും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ 300 സീറ്റുകളാണ് ഉള്ളത്. ഇവിടെ അഡ്മിഷൻ കീമ് വഴിയും മാനേജ്മെന്റ് കോട്ട വഴിയും NRI കോട്ട വഴിയും കയറാം. സിവിൽ എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 65,521. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 57,905. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് പുതിയ ബ്രാഞ്ചാണെന്ന് തോന്നുന്നു. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 66,416. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 58,362. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 65,065. ഓക്കെ, ഫീസ് വരുന്നത് 75,000 ആണ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, സ്മാർട്ട് ക്ലാസ് റൂം, ലാംഗ്വേജ് ലാബ്, സെമിനാർ ഹാൾ, കോളേജ് ഗ്രൗണ്ട്, ജിമ്മ്, ക്യാൻറ്റീൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ ലാബിൻ്റെയും കമ്പ്യൂട്ടർ ലാബിൻ്റെയും സിവിൽ ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്ലേസ്മെൻറ്റ് സമ്മറി, ഹയസ്റ്റ് സാലറി പാക്കേജ് ഇല്ല, ആവറേജ് സാലറി 2 to 6 LPA എന്നാണ് കൊടുത്തിട്ടുള്ളത്. TCS, ഇൻഫോസിസ്, സദർലാൻഡ്, അശോക് ലൈലാൻഡ്, UST ഗ്ലോബലൊക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, അവിടെ എന്തുണ്ട്, ഇന്നോവേഷൻ ഡെവലപ്മെൻറ്റ് സെൽ ഉണ്ട്. ഇൻ കൊളാബറേഷൻ വിത്ത് IoTides പ്രൈവറ്റ് ലിമിറ്റ്, YCET എസ്റ്റാബ്ലിഷ് എ ഡെഡിക്കേറ്റഡ് സെൻറ്റർ ഫോർ ഹബ് ഫോർ എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഇൻ എമർജിംഗ് ഫീൽഡ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ബ്ലോക്ക് ചെയിനിലൊക്കെ എന്തുണ്ട്,
റിസർച്ച് നടക്കുന്നുണ്ട്. അയോട്ടൈഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്. ഡിപ്പാർട്ട്മെന്റൽ റിസർച്ച് ഫോക്കസ് നോക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് faculties and students to engage research project, publish papers in reputed journals and present at national and international conferences present ചെയ്യാറുണ്ട്. ഇന്നൊവേഷൻ ആൻഡ് ഇവൻറ്റ്സ് ആൻഡ് വർക്ക്ഷോപ്സ് നോക്കാം. ടെക്നിക്കൽ ഇവൻറ്റ്സുകൾ റെഗുലർലി എന്ത് ചെയ്യുന്നുണ്ട്, കോളേജ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ആക്ടേഴ്സ് സച്ച് ആസ് IBM Q2D, the power to shape the future, which expose students to the global innovation ecosystem and startup engagement. Recent workshops have covered topics like embedded AI, ARM architecture, and real-time operating systems. Internal Quality Assurance Cell. The IQAC is responsible for fostering a culture of research and professional development among faculty, ensuring the adopt best practice in scholarly activities. Central Computing Facility. This central hub provides advanced computing resources and high-speed internet to support research-oriented learning and innovation student project. Student Technical Association. The professional bodies like the IEEE Students Branch and departmental associations. Cursor for CSE, Spikes for EEE organize seminar and workshop that they help students transition theoretical knowledge into innovative practical applications. അടുത്ത ഫെസ്റ്റുകളാണ്. കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, മ്യൂസിക് ക്ലബ്, എക്കോ ക്ലബ്, സ്പോർട്സ് ക്ലബ്, ഫോട്ടോഗ്രാഫി ക്ലബ്, റോബോട്ടിക്സ് ക്ലബ് ഒക്കെ ഉണ്ട്. കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ദ കോളേജ് ഓഫ് ഹാപ്പിനെസ് കൊടുത്തിട്ടുണ്ട്. എൻജിനീയേഴ്സ് ഒറിജിനേറ്റ് ഇൻ ദ ബെസ്റ്റ് വേ ഹിയർ എന്നൊക്കെ റിവ്യൂ ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജാണ് ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഒയൂർ. ഓക്കെ, ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഒയൂർ കൊല്ലം ജില്ലയിലാണ് വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 15 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 195 സീറ്റുകളാണുള്ളത്. കീം, മാനേജ്മെൻറ്റ്, NRI കോട്ട വഴി നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് സിവിലിനോ ഇലക്ട്രിക്കലിനോ മെക്കാനിക്കലിനോ ഒന്നുമില്ല. മേ ബി അത് പുതിയ ബ്രാഞ്ചുകളായിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ അവിടെ കീമോ അഡ്മിഷൻസ് വന്നിട്ടുണ്ടാവില്ല. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 66,325 ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത്. ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ 25.5 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, കമ്പ്യൂട്ടർ സെന്റർ, ട്രാൻസ്പോർട്ടേഷൻ, മോഡേൺ ലബോറട്ടറീസ്, റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്, ഡിജിറ്റൽ ലൈബ്രറി, സെമിനാർ ഹാൾ, ഹോസ്റ്റൽ ഫെസിലിറ്റി, വൈഫൈ ക്യാമ്പസ് ഒക്കെ ഉണ്ട്. ലബോറട്ടറീസ്, മെഷീൻ ഷോപ്പ്, മെഷീൻ ലാബാണ് ഉദ്ദേശിച്ചത്. തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, ഹൈഡ്രോളിക് മെഷീനറി ലാബ് ഒക്കെ ഉണ്ട്. പ്ലേസ്മെന്റ് സമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. വന്നിട്ടുള്ള കമ്പനികൾ മുത്തൂട്ട്, കോഡ്നെസ്റ്റ്, ക്യൂ സ്പൈഡേഴ്സ്, ജെ സ്പൈഡേഴ്സ്, ടാൽഡ്രോപ്പ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഫോക്കസ്. ഡിപ്പാർട്ട്മെന്റ് ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ഇന്നോവേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് കൺസൾട്ടൻസി പ്രൊജക്ട് കവറിംഗ് ഫീൽഡ് ലൈക്ക് റിന്യൂവബിൾ എനർജി, റോബോട്ടിക്സ് ആൻഡ് മാനുഫാക്ചറിംഗ്. ഇൻഡസ്ട്രി ഔട്ട്റീച്ച് ആൻഡ് project and industry relevant training, bridging the gap between academic research and industrial applications. അടുത്ത ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സെല്ല്. ഡിസൈൻ ടു ഫോസ്റ്റർ ഓണ്ടർപ്രണൽ സ്പിരിറ്റ് ആൻഡ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഡെവലപ്പിംഗ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആൻഡ് ടെക്നോളജീസ്. അക്കാദമിക് കൺസൾട്ടൻസി വർക്ക് ഈസ് എൻകറേജ്ഡ് ആൻഡ് particularly within technical department to solve real world problems. Academic initiatives, conference, technical seminars and workshops are conducted, encourage research among students and faculties. Skill development program. The training and placement cell offer motivation training, personality development and soft skill training
കോംപ്ലിമെന്റ് ടെക്നിക്കൽ സ്കിൽസ്. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. എന്താ ഫോം പാർട്ടിയൊക്കെ നടന്നിട്ടുണ്ട്. ഓണം സെലിബ്രേഷൻസ്, DJ സൗണ്ട് സൈക്കോ പാർട്ടി, ഓട്ടോ ഷോ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കാറുണ്ട്. ഫെസ്റ്റൊക്കെ നടക്കാറുണ്ട്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, CSI കൾച്ചറൽ ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ റിവ്യൂ നോക്കാം. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ, ഞാൻ ജസ്റ്റ് വായിക്കുന്നത്. ക്യാമ്പസ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി. പ്ലേസ്മെന്റ്സ് ആർ നോട്ട് ഗുഡ് അറ്റ് ദിസ് കോളേജ് ആൻഡ് ദ ക്യാമ്പസ് ഈസ് ലിറ്റ് ക്രൗഡഡ് വിത്ത് എക്സാക്ട്ലി 250 സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലുള്ള കോളേജുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. കൊല്ലം ജില്ലയിൽ നമ്മൾ കുറേ കോളേജുകളെ പരിചയപ്പെട്ടു. ആദ്യം തന്നെ ഞാൻ പഠിച്ച കോളേജിനെ പരിചയപ്പെടുത്തി, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതുപോലെ നമ്മൾ കുറേ IHRDന്റെ അണ്ടറിലും CAPന്റെ അണ്ടറിലും വരുന്ന കുറേ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ നമ്മൾ കണ്ടു. പത്തനാപുരം ആണെങ്കിലും കൊട്ടാരക്കര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം, പിന്നെ ഏതാണ് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ കുറേ കോളേജ് നമ്മൾ കണ്ടു. കരുനാഗപ്പള്ളി കോളേജ് കണ്ടു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ കീമിൻ്റെ റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള, നിങ്ങളെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുസ്ലിംസ് ആവാം, തീയ ആവാം, മീൻസ് OBC ആവാം, വേറെ ഏതാണ്, ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് മുസ്ലിംസ്, ഇഴവ, SC ആൻഡ് EWS കൂടാതെ സ്റ്റേറ്റ് മെറിറ്റ്. അപ്പോൾ ഈ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന കോളേജുകൾ ഏതാണ്, കോളേജിനെ പറ്റിയിട്ടുള്ള ഓവർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ കോളേജിന്റെ റിവ്യൂസ് ഓരോരുത്തർ പോയി നോക്കാം. അല്ലാതെ കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾ കോളേജിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി ഇതിങ്ങനെ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് ആയിരിക്കും. കാരണം എന്താണ്, ഓരോ തവണയും എന്താവും, കോളേജിൽ ഓരോ കാര്യങ്ങൾ നടക്കും, ഓരോ കോൺഫറൻസുകൾ നടക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ള കോളേജിലോട്ടും ഏറ്റവും നല്ല അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കോളേജിലോട്ടും പ്ലേസ്മെന്റ് കിട്ടുന്ന കോളേജിലോട്ടും, പ്ലേസ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റിനുള്ള ഓപ്ഷൻസ് ഉള്ള കോളേജ് എന്ന് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഓപ്ഷൻ ഉള്ള കോളേജിൽ നമുക്ക് സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. ഒരു കോളേജിൽ ഇപ്പോൾ 36 LPA വന്നെന്ന് വിചാരിച്ചിട്ട് ആ 36 LPA വാങ്ങിയ കുട്ടി ആ സ്കില്ലിലോട്ട്, ആ സ്കില്ല് ഉണ്ടായതുകൊണ്ടാണ് അവൻ അത് കിട്ടിയത്. എല്ലാവർക്കും 36 LPA അവിടെ കയറി പോയിട്ടുണ്ടാവാം. ഓക്കെ, അതെന്താണ്, എക്സെപ്റ്റ് കേസുകൾ ഉണ്ടാവും. എക്സംഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് എന്നാ പറയാം. പക്ഷെ അതിനുള്ള വഴി അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ആവറേജ് സാലറി പാക്കേജ് ആണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും പക്ഷെ 36 LPAക്കോ 24 LPAക്കോ 12 LPAക്കോ പോകുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കമ്പനികൾ അവിടെ വരുന്നുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ അതിലോട്ട് എത്തിപ്പെടാനും വേണ്ടിയിട്ടുള്ള സ്കില്ല് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മറ്റൊരു ഡിസ്ട്രിക്റ്റുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ.